ഈ വീഡിയോയിൽ റഷ്യ ഉക്രൈൻ തുടങ്ങി അമേരിക്ക താരിഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ സമഗ്രമായ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അതിനകത്ത് ഉക്രൈൻ നാറ്റോ മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തായിരുന്നു. നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉക്രൈൻ്റെ മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. നാറ്റോയ്ക്ക് ഓൾറെഡി തന്നെ പ്രീ അജണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണോ അജണ്ട അത് നടപ്പിലാക്കാനാണ് നാറ്റോ ശ്രമിച്ചത്. അപ്പോൾ നാറ്റോ അതിനകത്ത് പറഞ്ഞത് നൈസിന് ഉക്രൈനെ ഒഴിവാക്കി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം അതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് നാറ്റോയുടേതായിട്ട് ചില നിയമങ്ങളുണ്ട്, ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു രാജ്യത്തിനും മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നാറ്റോ പറഞ്ഞത്. നാറ്റോയിൽ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്തിൽ നിലവിൽ യുദ്ധം ഉണ്ടാവാൻ പാടില്ല. അതായത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ യുദ്ധം ഓൺഗോയിങ്ങിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്പർ 1. അതിലുപരിയായിട്ട് എല്ലാ മെമ്പേഴ്സിന്റെയും സമ്മതം കൂടി വേണം നാറ്റോയിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ എല്ലാ മെമ്പേഴ്സിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള മെമ്പർ അറിയാമല്ലോ, മെയിൻ ആയിട്ടുള്ള മെമ്പർ അമേരിക്കയാണ്. അപ്പൊ എന്തായാലും അമേരിക്കയുടെ സമ്മതം ഇല്ലാതാനും ശക്തമായി അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു വിയോജിപ്പ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നാറ്റോയിലേക്കുള്ള മെമ്പർഷിപ്പ് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ചാൻസ് ആയിട്ടുള്ള ഒരു നാറ്റോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഡോർ അടഞ്ഞിരിക്കുകയാണ്. ഇത് ഉക്രൈന് സങ്കടകരമായിട്ടുള്ള വിഷയമാണെങ്കിലും റഷ്യക്ക് ഹാപ്പിയാണ്. റഷ്യ പുതിയതായിട്ട് 1,60,000 ഭടന്മാരെ ഹയർ ചെയ്തിട്ടുണ്ട്. 19, 20, 21, 22 വയസ്സിനപ്പുറമുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇവര് ഫ്രണ്ട് ലൈനിൽ ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ വിടത്തില്ല. ഇവർക്കെല്ലാം തന്നെ ട്രെയിനിങ് ആണ് ഇപ്പം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് റഷ്യ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ മിലിറ്ററിക്ക് ആളെടുക്കുകയാണ്, അതിനിപ്പം ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ തന്നെയും ഇതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ തന്നെയാണ് ടാർഗറ്റ്. അതിലുപരിയായിട്ട് ട്രംപിന്റെ സൈഡിൽ നിന്ന് വന്ന ആ ഒരു സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിരട്ടലുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഗണ്ണിക്കുന്ന രീതിയിലാണ് ഈ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോയത്. ഇന്നലെ റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് മിലിറ്ററി ബേസുകൾ, അതേപോലെ ഇവരുടെ ലോജിസ്റ്റിക്സ്, അതായത് എവിടെയൊക്കെയാണ് ഈ സ്റ്റോറേജ് ഗോഡൌൺസ്, ഈ ആയുധങ്ങളൊക്കെ എവിടെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, ഈ ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നത്. ഒരു പരിധി വരെ ബ്ലാക്ക് സീയിലുള്ള ആക്രമണം, അതുപോലെ തന്നെ ഈ എനർജി മേഖലയിലുള്ള ആക്രമണം, ഇതൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യമാണ്. റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് ഗുരുതരമായ പരിക്ക്. ബ്ലാക്ക് സീയിൽ ആക്രമണം നിർത്തിയതോടുകൂടി റഷ്യയുടെ ഗ്രെയിൻ ഡീൽ ഓക്കെ ആയി. റഷ്യക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉക്രൈന്റെ ഡീലോ, ഉക്രൈന്റെ ഗ്രെയിൻ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ, ഉക്രൈനിൽ ഇപ്പം വലിയ തോതിൽ ഗ്രെയിൻ ഇല്ലാതാനും. കഴിഞ്ഞാൽ ഉക്രൈൻ ബ്ലാക്കിൽ ഈ ഗ്രെയിൻ വിൽക്കുകയാണ്. അതാണ് ഇതിലെല്ലാം കോമഡി. അപ്പൊ ബ്ലാക്കിൽ എവിടെയാണ് വിൽക്കുന്നത് പറഞ്ഞാൽ അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. ഹൂത്തികൾക്കും ഇതേപോലെ തീവ്രവാദികൾക്ക് കയറ്റി വിടുന്നതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ബ്ലാക്കിൽ ഉക്രൈൻ ഗ്രെയിൻ വിൽക്കുന്നുണ്ട് എന്നുള്ളത്, അതായത് ഗോതമ്പ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും, ഉക്രൈനിൽ വിളയുന്ന സാധനങ്ങളൊക്കെ ഇവര് ബ്ലാക്കിൽ തീവ്രവാദികൾക്ക് സപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഒരു രാജ്യത്ത് അതിതീവ്രമായ നിലയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നിന്ന് തീവ്രവാദികൾക്ക് ഗ്രെയിൻ കയറ്റുമതി ചെയ്യുന്നെങ്കിൽ ഈ തീവ്രവാദികളുടെ നെറ്റ്വർക്ക് എത്രമാത്രം ശക്തമാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അവിടെ കിടന്ന് നശിച്ചു പോകുന്നതിനേക്കാളും ആരെങ്കിലും കൊണ്ടുപോയി കഴിച്ചോട്ടെ, അതിലൂടെ കുറച്ച് വരുമാനം കിട്ടുന്നെങ്കിൽ അത്രയ്ക്ക് നല്ലത് എന്നുള്ള നിലയിൽ അവരത് ചെയ്യുന്നു. കാരണം അവിടെ യുദ്ധമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം യുദ്ധത്തിനേക്കാളും വലിയ ഡേഞ്ചറാണ് തീവ്രവാദിയെ വളർത്തിയുണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉക്രൈൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ഗ്രെയിൻ ഒക്കെ മേടിക്കാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവര് നല്ല രീതിയിൽ നല്ല മാർക്കറ്റിൽ തന്നെ ഇവർ കൊടുക്കാന്നേ ഉള്ളൂ. കാരണം നല്ല വില കിട്ടും. തീവ്രവാദികൾ അധികം വില കൊടുത്ത് മേടിക്കുമല്ലോ, കാരണം അവരുടെ കയ്യിൽ കള്ളപ്പണം കുറെ ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഉക്രൈൻ മുന്നോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഒരുപാട് ആക്രമിക്കപ്പെട്ടത് കൊണ്ട് തന്നെ കൃഷിയിടങ്ങൾ പോലും വലിയ തോതിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉക്രൈന്റെ ഉള്ളിൽ. റഷ്യയുടെ Tu-22 M3 എന്ന് പറഞ്ഞ ഒരു ലോങ് റേഞ്ച് ബോംബിംഗ് വിമാനം ഇത് റഷ്യക്കുള്ളിൽ വെച്ച് തന്നെ തകർന്നു വീണിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വ്യക്തമായ കാരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇത് റഷ്യയുടെ ഉള്ളിൽ തന്നെ വെച്ച് സംഭവിച്ചതാണ്. ഈ റഷ്യക്കുള്ളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമായ കാരണങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്നാള് പുടിന്റെ കാർ കത്തിപ്പിടിച്ചു, അതിന്റെ വ്യക്തമായ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വ്യക്തമായ പ്രസ്താവന ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത്. ഈ Tu-22 M3 എന്ന് പറഞ്ഞ ഒരു ലോങ് റേഞ്ച് വിമാനം തകർന്നതും ഇതുപോലെ തന്നെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിന്റെ റിപ്പോർട്ടുകൾ ഇനി പുറത്തു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബാക്ക് ടു ബാക്ക് ഉക്രൈനും റഷ്യയും ഇതേപോലെ തന്നെ നിർണായക സ്ഥലങ്ങൾ, സെലക്ടഡ് ആയിട്ടുള്ള പ്രിസൈസ് മെത്തേഡിലുള്ള അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് റഷ്യ തന്നെയാണ്. ഞാൻ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്രിവോറിയ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്കാണ് ഏറ്റവും ഫോക്കസ് ചെയ്ത് റഷ്യ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രംപ് പ്രഖ്യാപിച്ച ആ ഒരു അമേരിക്കയിലെ റെസിപ്രോക്കൽ താരിഫാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അത് ആർക്കും തന്നെ ഡിനൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണ്. ചൈന അതിന്റെ നല്ല രീതിയിലുള്ള തിരിച്ചറിവിലാണ്, പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല, പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ്, നാണക്കേടാണ്. അതുകൊണ്ടാണ്
അപ്പൊ ആ രീതിയിൽ ചൈന എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയാണ് നിൽക്കുന്നത്. ചൈന ഇപ്പൊ വലിയൊരു സംഭവം ചെയ്തിരിക്കുകയാണ്. ഇറാനിൽ നിന്നും എണ്ണ എടുത്ത് ചൈനയ്ക്കുള്ളിൽ ടീപോട്ട് എന്ന് പറഞ്ഞൊരു അവർക്കൊരു റിഫൈനറി ഉണ്ട്, വലിയ റിഫൈനറി. ആ റിഫൈനറിയിൽ വെച്ചിട്ടാണ് ഇറാന്റെ ഓയിൽ റിഫൈൻ ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു ചെറിയ തുക ചൈനയും ലാഭം എടുക്കും, അതുപോലെ തന്നെ പൈസ ഇറാനും കിട്ടും. അപ്പൊ ഈ പ്രവൃത്തി ചൈന ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ത് ഇടപെടൽ, ആരുടെ ഇടപെടൽ എന്നുള്ളതൊന്നുമില്ല, ചൈന സ്വമേധയാ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാന് എണ്ണ റിഫൈൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ചൈന നിർത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു ന്യൂസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസിങ് സംഭവമാണ്. ട്രംപ് പറഞ്ഞ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാം. ഒരു 2 മിനിറ്റ് വീഡിയോ ആണ്. അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയെ കുറിച്ച് എന്താണ് പറഞ്ഞെന്നുള്ളത്. ഇന്ത്യ അമേരിക്കയുടെ താരിഫ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26% ആണ് ഇന്ത്യയിൽ നിന്നും പോകുന്ന സാധനങ്ങൾക്ക് അമേരിക്ക ചാർജ് ചെയ്യുന്ന താരിഫ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഏപ്രിൽ 2-ാം തീയതി മുതൽ 26% അധികം പൈസ കൊടുക്കേണ്ടി വരും. ആര് കൊടുക്കേണ്ടി വരും? ഈ പ്രോഡക്റ്റ് ആരാണോ ഓർഡർ ചെയ്തത് അമേരിക്കയുടെ ഉള്ളിൽ, ആ ഓർഡർ ചെയ്ത ആൾക്കാർ 26% കൂടുതൽ പ്രൈസ് ടാഗ് അടിച്ച് അത് അമേരിക്കയുടെ ഉള്ളിൽ വിൽക്കേണ്ടി വരും. ഓക്കെ, ഇത് നമ്പർ 1. ഇതിൽ പല വിഷയങ്ങൾ കോംപ്ലക്സ് ആയിട്ട് കിടപ്പുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പറയാം. താരിഫിനെ കുറിച്ച് ഒരു പ്രത്യേക അണ്ടർസ്റ്റാൻഡിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രൂ ഔട്ട് കാണുക, ഒരു പോയിന്റ് പോലും മിസ് ചെയ്യരുത്. കാര്യം നമ്മൾ താരിഫിനെ കുറിച്ച് പല വീഡിയോകൾ ഇതിനു മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ മാർച്ച് 26-ന് ഓട്ടോമൊബൈൽ താരിഫിന് ശേഷമാണ് ഇപ്പം ഏപ്രിൽ 2 റെസിപ്രോക്കൽ താരിഫിന് വന്നിരിക്കുന്നത്. ഇപ്പൊ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നീ എനിക്ക് 10 രൂപ താരിഫ് ഇടുന്നെങ്കിൽ ഞാനും നിനക്ക് 10 രൂപ ഇടും, ബാക്ക് ടു ബാക്ക്. അതാണ് ഈ റെസിപ്രോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് കയറ്റിയിരിക്കുന്ന സാധനത്തിന് ഇന്ത്യ 52% താരിഫ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് അതിന്റെ 50% ആയിട്ടുള്ള 26% താരിഫ് നമ്മൾ ചാർജ് ചെയ്യും എന്നാണ് ട്രംപ് പറഞ്ഞത്. ചൈന, ഓസ്ട്രേലിയ, UK, സ്വിറ്റ്സർലാൻഡ്, യൂറോപ്യൻ കൺട്രീസ്, ഇതിലെല്ലാം താരിഫ് ഉണ്ട്. ഇവരെല്ലാം തന്നെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്, നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അവരെല്ലാം റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഈ ട്രേഡ് പോളിസി, അതായത് കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോഴത്തേക്കും 2017 ട്രംപ് വന്നപ്പോഴത്തേക്കും ചൈനയ്ക്കെതിരെ ഈ താരിഫ് പ്രയോഗിക്കുകയും അതിൽ നല്ല രീതിയിലുള്ള വരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് പുള്ളിക്കുണ്ട്. അത് ഒരു രാജ്യവും മാത്രം ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ ഗ്ലോബലി ഒരു താരിഫ് ഇടുമ്പോഴത്തേക്കും പുള്ളി വിചാരിക്കുന്ന ഒരുപാട് വരുമാനം വരും എന്നുള്ളത്. വരുമാനം വരും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അമേരിക്ക റിസഷനിലോട്ട് പോകും. സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് അമേരിക്കയുടെ എക്കോണമി മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഈ താരിഫ് പോസിറ്റീവ് ആണെന്ന് കരുതാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാകുന്നെങ്കിൽ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സൂചനയായിട്ട് നമുക്ക് കരുതാം. അപ്പം 2 വിഷയങ്ങളാണ് ഇപ്പൊ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. മിനിമം ഇതിന്റെ ഒരു റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ 6 മാസം മുതൽ ഒരു 10 മാസം വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഗോൾഡ്മാൻ സാച്ചസ് എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഉണ്ട് അമേരിക്കയിൽ. അപ്പൊ ഈ കമ്പനി പറഞ്ഞിരിക്കുന്നത് 35% സാധ്യത കൂടുതലാണ്. എന്തിനാണ്? അമേരിക്കയിൽ റിസഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതായത് വിതിൻ 1 ഇയറിൽ റിസഷൻ വരും, 6 മാസത്തിൽ ഈ റിസഷന്റെ സൂചന കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2024 കഴിഞ്ഞ വർഷം ഇന്ത്യ അമേരിക്കയുടെ ട്രേഡ് വോളിയം എന്ന് പറഞ്ഞാൽ 11 ലക്ഷം കോടിയാണ്. ഇതിൽ എക്സ്പോർട്ട് മാത്രം 7.4 ട്രില്യൺ അഥവാ 7.4 ലക്ഷം കോടി റുപ്പി. ഇന്ത്യൻ റുപ്പിയിലാണ് പറയുന്നത് കേട്ടോ, ഇന്ത്യൻ റുപ്പിയിലാണ് ഞാൻ പറയുന്നത്. അതേസമയം അമേരിക്ക ഇന്ത്യയിലോട്ട് കയറ്റി അയച്ചത്, നമ്മൾ ഇറക്കുമതി ചെയ്ത സാധനത്തിന്റെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 3.6 ലക്ഷം കോടി, 3.6 ട്രില്യൺ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സർപ്ലസ് വളരെ കൂടുതലാണ്. അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സർപ്ലസ് വളരെ വളരെ കൂടുതലാണ്. നമ്മളുടെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ 2024 25 ബില്യൺ ആണ്. ഇത് വേറെ ഒരു രാജ്യവുമായിട്ട് ട്രേഡ് ചെയ്താൽ കിട്ടാത്ത സർപ്ലസ് ആണ്. അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സർപ്ലസിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സംഭവിക്കും. മെയിൻ ആയിട്ട് ഇതിനകത്ത് നമ്മൾ 5 മേഖലകളാണ് നോക്കുന്നത്. അതിൽ 5ാമത്തെ മേഖല നമുക്ക് വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട മേഖലയാണ്. അത് IT ആണ്. അത് ഞാനിപ്പോ ഇഗ്നോർ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് 4 മേഖല എടുക്കാം. 4 മേഖല: നമ്പർ 1 ഇലക്ട്രോണിക്സ്, നമ്പർ 2 ഓട്ടോമൊബൈൽസ്, നമ്പർ 3 ജെംസ് ആൻഡ് ജ്വൽസ്, നമ്പർ 4 ഫാമിംഗ് ഗുഡ്സ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ. ഇപ്പൊ നമ്മളിപ്പോ ഇലക്ട്രോണിക്സിൽ എടുത്തു കഴിഞ്ഞാൽ 2024 മാത്രം നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് 94,240 കോടിക്ക് നമ്മൾ ഇലക്ട്രോണിക്സ് മാത്രം ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ 18 ലക്ഷം കോടിക്ക് നമ്മൾ ഓട്ടോമൊബൈൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. ജെംസ് ആൻഡ് ജ്വൽസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയാണ്, 84 ലക്ഷം കോടി നമ്മൾ ആ ജെംസ് ആൻഡ് ജ്വൽസിൽ നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ഇനി ഒരു 26% ഇടിവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് 26 എന്ന് പറഞ്ഞത് പ്രഡിക്റ്റബിൾ ആയിട്ട് വരാൻ പോകുന്ന ഇടിവ്. അതിലുപരിയായിട്ട് ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഓർഡറുകൾ ഒരുപാട് ഇവിടെ കുറയാനുള്ള സാധ്യത ഉണ്ട്. അതിൽ വരാൻ പോകുന്ന വീഴ്ച ഇതിലും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ, അതിൽ നമ്മൾ ഏതാണ്ട് 74,200 കോടി ട്രേഡ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ഫാർമസിക്ക് മാത്രം ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഫാർമസിക്ക് താരിഫ് ഇല്ല. ഇനിയിപ്പോ ട്രംപ് ഡയറക്റ്റ് ആയിട്ട് വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നടത്തിയ ആ ഒരു ചെറിയ 2 മിനിറ്റുള്ള ആ ഒരു
സ്പീച്ച് ഞാനിവിടെ ഇടാം. അമേരിക്കയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ടാക്സ് എത്രയാണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം പറയാം. A full reciprocal, I could have done that, yes, but it would have been tough for a lot of countries. We didn't want to do that. I'd like to see the chart if you have it. Could you bring it up, Howard? This is our great Secretary of Commerce, Howard Lutnick. Thanks, Howard. So, if you look at that, China, first row, China, 67%. That's tariffs charged to the USA, including currency manipulation and trade barriers. So 67%, I think you can, for the most part, see it. Those with good eyes, with bad eyes. We didn't want to bring, it's very windy out here. We didn't want to bring out the big charts because it had no chance of standing. Fortunately, we came armed with a little smaller chart. So it's 67%, so we're going to be charging a discounted reciprocal tariff of 34%. I think, in other words, they charge us, we charge them less. So how can anybody be upset? They will be, because we never charge anybody anything. But now we're going to charge. European Union, they're very tough, very, very tough traders. You know, you think of European Union, very friendly. They rip us off. It's so sad to see. It's so pathetic. 39%, we're going to charge them 20%. So we're charging them essentially half. Vietnam, great negotiators, great people. They like me, I like them. The problem is they charge us 90%. We're going to charge them 46% tariff. Taiwan, where they took all of our computer chips and semiconductors. We used to be the king, right? We were everything. We had all of it. Now we have almost none of it, except the biggest company is coming in. We're going to end up with almost 40%. Lee Zeldin's working to get their approvals. And it's an amazing company. Mr. Wei, of one of the great companies of the world, actually, they're coming in from Taiwan, and they're going to build one of the biggest plants in the world, maybe the biggest for that. But 64%, we're going to charge them 32%. Japan, very, very tough, great people. And again, I don't blame the people for doing it. I think they're very smart in doing it. I blame the people that sat right in that Oval Office, right over there, right behind the Resolute desk or whichever desk they chose. Japan, 46%. They would charge us 46%, and much higher for certain items like cars, you know, little items like cars. 46%, we're charging them 24%. India, very, very tough, very, very tough. The Prime Minister just left, and he's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. You have to understand, we charge them almost nothing for years and years and decades. And it was only 7 years ago when I came in, we started with China charged them. We took in hundreds of billions of dollars from China in tariffs. And they understood, honestly. President Xi understood. He said, look, I understand. And the other countries, and they all understand. We're going to have to go through a little tough love, maybe. But they all understand. They're ripping us off, and they understood it. Prime Minister of Japan, Shinzo, but I went to him and I said, Shinzo, we have to do something. A trade is not fair. And he said, I know that. I know that. And he was a great gentleman. He was a fantastic man, but he understood immediately what I was talking about. I said, Shinzo, we have to do something. He said, I know that. And we worked out a deal, and it would have been a much better deal, but frankly, there were many years left on the deal that was made previous to my getting there, but it was something. If you look at Switzerland, 61% to 31%. Indonesia, Malaysia, Cambodia. Oh, look at Cambodia, 97%. We're going to bring it down to 49. They made a fortune with the United States of America. United Kingdom, 10%, and we'll go 10%. So we'll do the same thing. South Africa, 60%, 30%, and they've got some bad things going on in South Africa. You know, we're paying them billions of dollars, and we cut the funding because a lot of bad things are happening in South Africa. The fake news ought to be looking at it. They don't want to report it. Brazil, 10%, 10%. Bangladesh is 74%. So you see what's going on. Pakistan, 58%. Sri Lanka, 88%.
So what we're doing is we're taking not the full, we could take the full 88%. Thanks a lot, Harold. He's doing a very good job. How's he doing, all right? I think you better take it with you. It's not going to last very long. He's going to put it, it's going to follow you down with the wind. I brought a hat just in case it got too windy, but here, would anybody like a hat? I'm not giving it to a cabinet. I'm giving it to the auto workers. Come here. Thank you, fellas. Get it. That's it. That's it. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര വോളറ്റൈൽ ആയിരുന്നു. ഇപ്പൊ നിലവില് നല്ല രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മേഖല നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. കാര്യം ഇന്ത്യക്കുള്ളിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം താരിഫിൽ നിന്നും ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു മേഖല കുറച്ച് സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഗോൾഡിലേക്കുള്ള നിക്ഷേപം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് റേറ്റ് വീണ്ടും വീണ്ടും കൂടുകയാണ്. കാര്യം ഇത് താരിഫ് വന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ട്രേഡ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്, ഏത് പ്രോഡക്റ്റുകൾ തള്ളപ്പെടും, ഏത് പ്രോഡക്റ്റിന് കൂടുതൽ ഓർഡർ വരും, ഏത് രീതിയിലാണ് ഈ ഒരു മാർക്കറ്റ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് നാളത്തേക്ക് ഇതേ രീതിയിൽ മന്ദഗതിയിൽ പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. നമ്മളുടെ കോമ്പറ്റീറ്റർ ആയിട്ട് ട്രേഡ് മാർക്കറ്റിൽ വരുന്ന കൺട്രീസ് ആണ് ബംഗ്ലാദേശ്, ചൈന, വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ 3 പേരുടെയും കൂടെ താരിഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് 34% ആണ്, ചൈനയ്ക്ക് ബംഗ്ലാദേശിന് 34%, വിയറ്റ്നാമിന് ഏതാണ്ട് 47%. ഇതാണ് താരിഫിന്റെ ഒരു നിരക്ക്. അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്ററിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റീറ്ററിനേക്കാളും നമുക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. കാരണം നമുക്ക് 26 ഉള്ളൂ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം അമേരിക്കയ്ക്ക് നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ചിലി പോലത്തെ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ UK ഉൾപ്പെടെയുള്ള പല പല വിവിധ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് എക്സ്പാൻഷൻ നോക്കുന്നത്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ അടുത്ത 10 മുതൽ 12 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ ഉള്ളിൽ റിസഷൻ സംഭവിക്കും. കാര്യം ഈ 26% ടാക്സ് ആയിക്കോട്ടെ, ഈ ചൈന 4% ആയിക്കോട്ടെ, ഈ പ്രോഡക്റ്റ് നിർബന്ധമായിട്ട് വേണ്ട ആൾക്കാർ ഇത്രയും വില കൊടുത്ത സാധനം മേടിക്കേണ്ടി വരും. ഈ സാധനത്തിന് ബില്ല് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ സിറ്റിസൺസിനെയാണ് ഈ ബില്ല് ചെയ്യാൻ പോകുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ സാധനം മേടിക്കുന്ന ആ ഷോപ്പ് ഓണർ അതിന്റെ ബില്ലിൽ ഒരു 26% കൂടെ അധികം ഇട്ടിനി വെക്കും. അപ്പോഴത്തേക്കും ഈ പൈസ കൊടുത്ത് മേടിക്കേണ്ടത് അവിടെ അമേരിക്കയുടെ ഉള്ളിലുള്ള സിറ്റിസൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു 6 മുതൽ 10 മാസത്തേക്ക് അമേരിക്കയുടെ ഉള്ളിൽ നല്ലൊരു ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഇൻഫ്ലേഷൻ കൂടുന്ന അവസ്ഥയിൽ അമേരിക്കയുടെ ഉള്ളിൽ പൊതുവെ ഒരു റിസഷൻ വരും. ആ റിസഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10 മാസം എടുക്കും ഈ റിസഷന്റെ യഥാർത്ഥ ഒരു ഫേസ്. 6 to 10 months വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അമേരിക്കയിൽ റിസഷൻ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഏറ്റവും ഫസ്റ്റ് അഫക്റ്റ് ആവാൻ പോകുന്നത് IT സെക്ടർ. IT സെക്ടർ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് H1B വിസയിൽ പണിയെടുക്കുന്ന എല്ലാ ആൾക്കാരും തന്നെ ജോലി പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ വരും. ഗ്രീൻ കാർഡ് ഉള്ളവനും ഓക്കെ. ഇനി അഥവാ മറ്റുള്ള വിസ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 6 മാസത്തെ ടൈം ലൈൻ ഉണ്ടാവും അവിടെ വെയിറ്റ് ചെയ്ത് ജോലി അന്വേഷിക്കാനൊക്കെ. പക്ഷെ ഇപ്പം H1B വിസയിൽ പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രശ്നമാകുന്നത്. IT ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ഹയറിംഗ് ഉണ്ടാവില്ല. ഇനി അതിൽ കൂടുതലായിട്ട് പഴയ ആൾക്കാരെ ലേ ഓഫ് ചെയ്യും. അതുപോലെ ഈ 50 വയസ്സിന് മുകളിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ വോളണ്ടറി ആയിട്ട് റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ പോകാൻ പറയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇനി പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഇത് ഇമ്പാക്ട് ചെയ്യും. കാരണം എന്നത് അത്രയും കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ഇനി പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയുള്ളൂ. കാരണം മാർക്കറ്റിൽ ആ രീതിയിലുള്ള ചാഞ്ചാട്ടമാണ്. അതുകൊണ്ട് ഇതൊക്കെ തടസ്സപ്പെടും. അത്യാവശ്യം ടെക്സ്റ്റൈൽ മേഖലയും ഫാർമസി മേഖലയും കുറച്ച് കൈത്താങ്ങാവും ഇന്ത്യക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്പോർട്ടിംഗ് ക്വാണ്ടിറ്റി കുറയുമ്പോഴത്തേക്കും നമ്മളുടെ കയറ്റുമതിയുടെ അളവ് കുറവാണെങ്കിലും ഈ അയക്കുന്ന സാധനങ്ങൾക്കുള്ള വില അമേരിക്കയുടെ ഉള്ളിൽ കൂടുതലായിരിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിലുള്ള വരുമാനം കുറയും. ഇന്ത്യക്കുള്ളിൽ വരുമാനം കുറയുമ്പോഴത്തേക്കും ഡോളർ സ്ട്രെങ്തൻ ചെയ്യും, റുപ്പീസ് വീക്ക് ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ റുപ്പിയുടെ മേളിൽ ഹൈ പ്രഷർ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യക്കുള്ളിൽ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? സാധനങ്ങൾക്കെല്ലാം വില കൂടും. ഈ വില കൂടുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ പോക്കറ്റ് തന്നെയാണ് കാലിയാവാൻ പോകുന്നത്. വീണ്ടും ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ വീണ്ടും വീണ്ടും സ്വർണ്ണത്തിന്റെ വില മാത്രം കൂടിക്കൊണ്ടേ പോകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വർണ്ണത്തിന്റെ വില കുറയ്ക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സ്വർണ്ണത്തിന്റെ വില കുറയ്ക്കാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ. ആ ഒറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അമേരിക്കയിൽ ഏതാണ്ട് 4.5% അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം സ്വർണ്ണ വില കൂടിക്കൊണ്ടേ പോകും. 1980 ഇതുപോലെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. അതായത് 20% ആയിട്ട് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തിയിട്ട് ഗോൾഡ് റേറ്റ് 50% ആയിട്ട് റെഡ്യൂസ് ചെയ്തതിന്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇനിയുള്ള കാലത്ത് സാധ്യമല്ല, അസാധ്യമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഏതാണ്ട് 4.5 ആ റേറ്റിൽ തന്നെയായിരിക്കും തുടരുക. ഇൻട്രസ്റ്റ് റേറ്റിലും കൂടെ കൂടുതൽ കൈവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അമേരിക്ക ഇനി ചിന്തിച്ച് നോക്കേണ്ട കാര്യം. കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അങ്ങോട്ട് ക്ഷണിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്രയും വേഗം അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക, US ഡോളറിന്റെ മൂല്യം ഏറ്റവും കൂടുതൽ കൂട്ടുക, US ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. അതായത് US ആണ് എല്ലാം എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾ ചിന്തിക്കുക.
ആ ഒരു മെസ്സേജാണ് ഈ ഒരു താരിഫിലൂടെ ട്രംപ് ഫുൾ ആൻഡ് ഫുൾ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന ടോട്ടലി റിപ്ഡ് ഓഫ് ആണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചൈനയ്ക്ക് താരതമ്യേനെ അവരുടെ വലിയ രീതിയിലുള്ള GDP ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ നല്ല രീതിയിലുള്ള ക്ഷീണമാണ് ചൈനയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറൊരു വീഡിയോ ഇടാം. അപ്പോഴേ കുറച്ചുകൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അവർ ഏത് രീതിയിലുള്ള GDP-യിൽ നിന്നും ഏത് രീതിയിലുള്ള ഗ്രോത്തിലേക്കാണ് അവർ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തന്നെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ട കാര്യമാണ്. ട്രംപ് ബാങ്കുകൾക്കെല്ലാം കൂടെ ഒരു കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അതായത് ബാങ്കിങ് സിസ്റ്റം മൊത്തത്തിൽ സഹകരിക്കണം, ഇറാന്റെ മേലിലുള്ള സാങ്ഷൻസ് വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കണം. അതായത് ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷൻസും സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ബാങ്ക് കൃത്യമായി നിരീക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്നും ഹംഗറി പുറത്തു വന്നിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമില്ല, നെതന്യാഹു ഹംഗറി സന്ദർശിക്കുന്നുണ്ട്. അപ്പം ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനെ ഇൻവൈറ്റ് ചെയ്തത് മൂലം തന്നെ പറയുന്നുണ്ട്, 1.5 മാസങ്ങൾക്ക് മുമ്പേ പറയുന്നുണ്ട്, നെതന്യാഹു ഹംഗറിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ICC അറസ്റ്റിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊണ്ടുവന്ന് നെതന്യാഹുവിനെ ഹംഗറിയിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇന്നൊരു സർപ്രൈസ് ആയിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഹംഗറി ICC-യിൽ നിന്ന് പുറത്തു വരികയാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹംഗറി അനൗൺസ്ഡ് വിഡ്രോവൽ ഫ്രം ICC. ഇസ്രായേലിന്റെ ഉള്ളിൽ ഷിൻബെറ്റും ഓപ്പോസിറ്റ് ലീഡേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നെതന്യാഹുവിനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു ടൈറ്റിന് ഹംഗറിക്ക് പോകുന്നതിന് മുമ്പ് നെതന്യാഹു ഒരു വീഡിയോ ഇട്ട് അതിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഷിൻബെറ്റിന്റെ തലപ്പത്തുണ്ടായിരുന്ന റോണൻ ബാറിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട് നെതന്യാഹു. എന്താണ് പറഞ്ഞു പറഞ്ഞാല്, നെതന്യാഹുവിനല്ല ഖത്തർ ഗേറ്റ് ത്രൂ പൈസ കിട്ടിയത്, അത് ഇൻഫ്ലുവൻസ് ചെയ്തത് വേറെ ആൾക്കാരായിരിക്കും. ആ ആൾക്കാര് ആരാണോ ഖത്തറിന്റെ 2022 വേൾഡ് കപ്പില് ഒരു ബൂത്തിന് വേണ്ടിയിട്ട് അവിടെ ക്ഷണമുണ്ടായിരുന്നു, ഷിൻബെറ്റിന്റെ ചീഫിനാണ് ആ ക്ഷണം ഉണ്ടായിരുന്നത്. എന്തിന്റെ ക്ഷണമാണ് ആ ക്ഷണം? വേൾഡ് കപ്പിന്റെ ഈവന്റിൽ ബൂത്ത് അവിടെ സ്റ്റാൾ ഇടാൻ വേണ്ടിയിട്ടുള്ള, ഇസ്രായേലിന്റെ സ്റ്റാൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ഉണ്ടായിരുന്നത്. അത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹുവിനല്ല വന്നത്, അത് ഷിൻബെറ്റിന്റെ ലീഡർ ആയിട്ടുള്ള റോണൻ ബാർക്കാണ് വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും നെതന്യാഹു കൃത്യമായ ആരോ എങ്ങോട്ടാണ് തിരിച്ചു വിട്ടിരിക്കുന്നത് മനസ്സിലായല്ലോ. ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നെതന്യാഹു വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, അതിൽ യാതൊരു ഡൗട്ടില്ല എന്നുള്ളതാണ്. എത്ര പ്രതിസന്ധികൾ ആ രീതിയിൽ വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യം ഏത് സമയത്ത് ഏത് കോയിൻ അടിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി ഇന്റർണൽ പൊളിറ്റിക്സ് അല്ല, ഇനി പുറത്തുനിന്ന് വരുന്ന തീവ്രവാദികളല്ല, ഏത് രീതിയിലുള്ള ആക്രമണം വന്നാലും നെതന്യാഹു വളരെ കൃത്യമായിട്ട് അതിനെ ഷൂട്ട് ഡൗൺ ചെയ്യുന്നുള്ളത് 100% തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.